ഹായ് ഓൾ. നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഒരു 3 കാറ്റഗറി ആൾക്കാരുണ്ടാവും. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് ഇപ്പോൾ സീറ്റ് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ടീം. രണ്ടാമത്തേത് ഇങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ആ ഒരു കട്ട് ഓഫിന്റെ ആ ഒരു നിയർ ടു അല്ലെങ്കിൽ കട്ട് ഓഫ് റേഞ്ചിൽ ഒരു ഹോപ്പിൽ നിൽക്കുന്ന, ഒരു ഡൗട്ടിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ കിട്ടൂല എന്ന് ഉറപ്പുള്ള ഒരു 90% ആൾക്കാരും അങ്ങനെ ആയിരിക്കും. കിട്ടൂല എന്ന് ഉറപ്പുള്ള ആൾക്കാരായിരിക്കും. അതിൽ തന്നെ കുറച്ച് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ നല്ലോണം പഠിക്കാണ്ട് കിട്ടാത്ത, അല്ലെങ്കിൽ ഇപ്പൊ +2 ജസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ ആയിരിക്കും അവര് റിപ്പീറ്റിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. +2 കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനത്തെ ഒരു ഇന്റൻഷനിൽ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങളിപ്പോ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ്, റിലേറ്റീവ്സ്, പാരന്റ്സിന്റെ ഫ്രണ്ട്സിന്റെ മക്കള് അങ്ങനെ ആയിട്ടൊന്നും നിങ്ങൾ ഒന്നിച്ച് ഒരിക്കലും നിങ്ങൾ ആ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് പോകാണ്ടിരിക്കുക. അപ്പൊ എന്തോ ആയിക്കോട്ടെ, നീറ്റ് എക്സാം ആയിക്കോട്ടെ, JEE എക്സാം ആയിക്കോട്ടെ, വേറെ എന്ത് എക്സാം ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ച് പോവാണ്ടിരിക്കുക. കാരണം അത് ഭയങ്കരമായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇല്ലാണ്ടായി കളയും, നല്ലോണം അത് അഫക്റ്റ് ചെയ്യും. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവര് 1ാം ക്ലാസ് മുതൽ +2 വരെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നിട്ട് അവിടെ വന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഭയങ്കര, ഇവർ 3 പേരും ഒരുമിച്ച് എല്ലാം ഫുഡ് കഴിക്കാൻ പോകുന്നതും ഉറങ്ങാൻ പോകുന്നതും ഇരിക്കുന്നതും പഠിക്കൊക്കെ ഒരുമിച്ചായിരുന്നു. കുറച്ചങ്ങനെ കഴിഞ്ഞ് കുറച്ചൊരു ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർ അറിഞ്ഞോ അറിയാതും കോമ്പറ്റീഷൻ, നമ്മൾ പാരന്റ്സ് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരിപ്പോൾ ഒരാളുടെ പാരന്റ് കാണാൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവര് 3 ആളെ കാണാൻ വിളിക്കും, 3 ആളെയും കാണും. അപ്പൊ എന്താ വീടൊക്കെ അടുത്ത്, ഇവര് 3 ആളുടെ വീട് അടുത്താണ്. അങ്ങനെ ചെറുപ്പം മുതൽ ഒന്നിച്ചുള്ളതാണ്. 3 ആളുടെ പാരന്റ്സിന് പരസ്പരം അറിയാം. 3 ആളെ എന്ത് ചെയ്യും, ഇവര് കാണും. അങ്ങനെ ഒരു ദിവസം ഈ 3 ആളിൽ ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു ദിവസം വേറൊരു കുട്ടീൻ്റെ പാരന്റ് വന്നു. എന്നിട്ട് ആ പാരന്റ് ഉമ്മ, പുള്ളിക്കാരി ചോദിക്കുന്നത് ഇവളോട്, നിനക്കാണല്ലേ ഈ പ്രാവശ്യം മാർക്ക് കുറവ്, നിങ്ങൾ 3 വെച്ച് നോക്കുമ്പോൾ നിനക്കാണല്ലേ ഈ പ്രാവശ്യം മാർക്ക് കുറവ്. നമുക്കത് കേട്ടപ്പോ ആകെ അങ്ങോട്ട് എന്താ പറയാ, ഒരു ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഡൗൺ ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഒരു വീക്ക്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആകെ ഡൗൺ, അങ്ങനത്തെ ഒരു ഇങ്ങനെയാ പോവാ തായം. ഇങ്ങനെ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഇങ്ങനെ, മാർക്കും ഇങ്ങനെ, എല്ലാം അങ്ങനെ തന്നെ പോവാ നമ്മുടെ. ആ ഒരു സമയത്ത് ഇങ്ങനെ വന്നിട്ട് പറയാന്ന് പറയുമ്പോ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് ഇതാ. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുമ്പോ അവള് കരഞ്ഞുപോയി. നാളൊക്കെ എന്ത് പാരന്റിങ് ആണ് ഇത്. ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു ടൈപ്പ് കമ്പാരിസൺ. അപ്പൊ നമ്മള് കമ്പാരിസൺ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോ നമുക്കിപ്പോ നമ്മുടെ റൂംമേറ്റ്സിനായിട്ട് കമ്പയർ ചെയ്യും, നമ്മുടെ കൂടെയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. അതൊക്കെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തായാലും വേണം. കാരണം അതില്ലെങ്കിൽ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടൊരു സാധനം നമുക്ക് വേണം. കാരണം അടുത്ത പ്രാവശ്യം എനിക്ക് മാർക്ക് എടുക്കണം, എൻ്റെ റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് പേജിൽ വരണം, അല്ലെങ്കിൽ ഇത്ര റാങ്കിനുള്ളിൽ വരണം, എനിക്ക് ഇത്ര മാർക്ക് എടുക്കണം. ആ ഒരു സാധനം നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് എപ്പോഴും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അത് മാത്രമല്ല, നമ്മൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തായാലും വേണം. പക്ഷെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായിട്ട് പോകുമ്പോൾ അത് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു നമ്മൾക്കിപ്പോൾ അവരുടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ആ ഒരു ബന്ധം അവിടെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു അവരോടൊരു തരം ശത്രുത പോലത്തെ ഒരു ഫീൽ വരെ. കാരണം ഇവർ 3 ആളും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫ്രണ്ട്സ് ആയിട്ടല്ല അവിടെ നിന്ന് പോയത്. അത്രയും ഫ്രണ്ട്സ് ആയിട്ട് വന്ന അവസാനം ഡ്രീമും ഇല്ല, ഫ്രണ്ട്ഷിപ്പും ഇല്ലാണ്ടാ പോയത്. ആ പാരന്റ് വന്നിട്ട് അങ്ങനെ പറഞ്ഞു, അടുത്ത എക്സാമിന് പുള്ളിക്കാരിക്കാണ് ഇവർ 3 ആളെ വെച്ച് മാർക്ക് കൂടുതൽ കിട്ടിയത്. പിന്നെ അവര് മറ്റേ ഫ്രണ്ട്സിന് ഇവളോട് ഭയങ്കര ശത്രുത. 1 അവർ, 1 മണിക്കൂർ ഇടവേള, 1 മണിക്കൂർ പോലും ബ്രേക്ക് എടുക്കുന്നില്ല. അവളിങ്ങനെ ഇവളെന്താ ചെയ്യുന്നത്, ഇവള് ഉറങ്ങാണോ, ഇവള് ഇരിക്കുകയാണോ, ഇവള് നിൽക്കുകയാണോ, അവള് പഠിക്കുകയാണോ, ലൈക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാന്ന് അറിയില്ലേ. ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് ഇല്ലാണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ പോവാ, പഠിക്കുക. നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കുറെ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക, ടീച്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക.
നമ്മൾ നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് റിഗ്രറ്റ് ആവരുത്. അപ്പോൾ അതിനു വേണ്ടി നല്ലപോലെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക, അച്ചീവ് ചെയ്യുക, പോയ കാര്യം നല്ലോണം ചെയ്യാൻ നോക്കാം. സോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരേ ഹോസ്റ്റലിൽ എത്തുമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഏതോ ഭാഗ്യത്തിന് ഞങ്ങൾ ഹോസ്റ്റലിൽ രണ്ട് ഹോസ്റ്റലായി മാറിപ്പോയി. ആദ്യമൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു എൻ്റെ പൊന്നോ, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭാഗ്യം ഒരുമിച്ചൊരു ഹോസ്റ്റലിൽ കിട്ടാത്തത്. പടച്ചു സഹായിച്ചാണ്. ലൈക്ക് അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. കാരണം അവിടെ നിന്ന് ഹോസ്റ്റലിനുള്ളിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ലൈഫ് ടൈം ഫ്രണ്ട്സ്, റൂംമേറ്റ്സ്, ഒരുപാട് നല്ല കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി, ലൈക്ക് അങ്ങനെ ഒരുപാട് നല്ല നല്ല കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോശം അനുഭവങ്ങളായിട്ടും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. സോ നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, ചെയ്യാണ്ടിരിക്കുക, ആവർത്തിക്കാണ്ടിരിക്കുക ഈ ഒരു മിസ്റ്റേക്ക്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ ഡ്രീം ഉണ്ടാവില്ല. നമുക്ക് ഒരുതരം ശത്രുത വരും പരസ്പരം. നമ്മുടെ മെൻറ്റാലിറ്റി അങ്ങോട്ട് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ടൊരു മൈൻഡാവും. അപ്പോൾ അതിന് നിങ്ങൾ നിൽക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇനിയും വരും ബാക്കി വിശേഷങ്ങളായിട്ട്. ഞാൻ ഇനി എൻ്റെ റിപ്പീറ്റിംഗ് ലൈഫിൽ ഉണ്ടായതുപോലുള്ള കുറേ ഇൻസിഡൻസും കഥകളായിട്ട് ഇനിയും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ബൈ.